നമ്മളങ്ങനെ എക്സ്പ്രസ് 210 ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുക്കാൻ വന്നതാണ്. നല്ല മഴയാണ്. മഴയത്തൊരു ചെറിയൊരു ഷോർട്ട് റൈഡ് പോലെ വണ്ടി ഇടുന്നതാണ്. കാലിക്കറ്റുനിന്ന് എടുത്താണ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ബേസിക്കലി നോക്കേണ്ടതൊന്ന് ലോ ആൻഡ് ടോർക്ക് എങ്ങനെ ഉണ്ട് നോക്കണമായിരുന്നു. പിന്നെ എങ്ങനെ സീറ്റിംഗ് കംഫേർട്ട്, പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ, ഇതായിരുന്നു മെയിനായിട്ട് നോക്കേണ്ടത്. സർവീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം വണ്ടീൻ്റെ. അപ്പം അത് വെച്ചൊരു ചെറിയൊരു വീഡിയോ ഉണ്ടാക്കിയതാണ്. ഇപ്പം ഞാനൊരു കുറച്ച് കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. പക്ഷെ അതിൻ്റെ അനുഭവം വെച്ചിട്ട് ഒരു 6th ഗിയറിൽ നമുക്കൊരു 30 കിലോമീറ്ററിലൊക്കെ സുഖമായിട്ട് ലോ ആൻഡ് ടോർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഹമ്പൊക്കെ ചാടിക്കുമ്പോൾ ഒന്ന് സ്ലോ ആക്കി കൈ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി കയറി പോകും. അതും ഞങ്ങൾ പില്ലിയൻ റൈഡറിനെ വെച്ചിട്ടാണ് ഞാനത് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 6th ഗിയറിൽ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഹമ്പ് വന്ന് വെച്ചിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് ചവിട്ടി കാല് കൊടുത്തു കഴിഞ്ഞാൽ, കൈ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി കയറിപ്പോവും. അതൊക്കെ അടിപൊളിയായിട്ട് ട്യൂൺ ചെയ്തിട്ടുണ്ട്. നല്ല റിഫൈൻഡ് എഞ്ചിനായിട്ടാണ് തോന്നുന്നത്. അത്യാവശ്യം നല്ല സീറ്റിംഗ് കംഫേർട്ടും ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസും അത്യാവശ്യമുണ്ട്. ഇതിൻ്റെ ബേസിക്കലി നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ സുഖമായിട്ട് കാലെത്തും എന്നുള്ളതാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ളത്. ഈസി ആയിട്ട് കാലെത്തും. അതോ ഇത്ര ഈസി ആയിട്ട് നമുക്ക് കാല് നിലത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതായത് അത്യാവശ്യം ഓഫ് റോഡ് സിറ്റുവേഷൻസിലും അതേപോലെ തന്നെ കയറ്റങ്ങൾ കയറുമ്പോഴോ വണ്ടി ഒന്ന് താങ്ങി എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാല് കുത്തി എടുക്കാം. കാരണം വെയിറ്റ് വളരെ കുറവാണ്. ഹിമാലയനൊക്കെ വെച്ച് ഓടിച്ചു നോക്കുമ്പോൾ ഓഫ് റോഡ്, അതായത് കട്ട ഓഫ് റോഡൊക്കെ വരികയാണെങ്കിൽ ഈ വണ്ടി ഈസി ആയിട്ട് കയറിപ്പോകും. സംഭവം എന്തായാലും പൊളിയാണ്. 6th ഗിയറിൽ ഒന്ന് ലോ ആൻഡ് ടോർക്കിൽ പോകും. സ്വന്തമായിട്ട് കിട്ടുന്നില്ലേ? അവിടുത്തെ കൈ കൊടുക്ക്, കൈ കൊടുക്ക്, കൈ കൊടുക്ക്. യെസ്, മിഷൻ അടിക്കാതൊന്നുമില്ലല്ലോ. കയറി പോണ്ടല്ലേ?